ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ Canon 200Dക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതായിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റിയ നമുക്കൊരു കിറ്റ് ലെൻസും ഒരു കുഞ്ഞ് ലെൻസും വലിയ ലെൻസൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞ് ലെൻസ് നമ്മുടെ കിറ്റ് ലെൻസൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു കുഞ്ഞ് ഏറ്റവും നമുക്ക് വില കുറഞ്ഞ രീതിയിൽ പോകാൻ പറ്റിയൊരു നല്ലൊരു ബാഗാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ നിക്കോൺ എന്ന് പറഞ്ഞ അവരുടെ ഒരു മാർക്കുമായിട്ട് എല്ലാം കൂടെ ഉള്ളൊരു ഇതാണ് വാങ്ങിച്ചത്. ഏകദേശം ഒരു 500 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും, 500-600 ആ ഒരു റേഞ്ചിനകത്താണ് കിട്ടുന്നത്. പക്ഷേ ഈ ബാഗിൻ്റെ ഏറ്റവും ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബാഗ്. പക്ഷേ ഇതിൽ ഏകദേശം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗമൊക്കെ കൊള്ളാം, നമ്മുടെ ബാഗ് മൊത്തം കൊള്ളാം. പക്ഷേ അതിനുശേഷം വന്നിട്ട് ഇവിടെ വരുന്ന ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് കുറച്ച് കട്ടി കുറവ്, അല്പം ഒന്നും എന്തോ അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു ഇതാണ്. നമ്മൾ ഇത് ഇവിടെ പിടിച്ചേക്കാണെങ്കിൽ ക്യാരി ചെയ്യുന്ന പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ തൂക്കിയിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് എന്തോ പ്രശ്നമുള്ളതുപോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നല്ല കംഫർട്ടബിളാണ്. നമ്മളെ ക്യാമറ നല്ല രീതിയിൽ ഇരിക്കാനും എല്ലാത്തിനും പറ്റിയൊരു അറിയണണ്ട, എല്ലാം കൊണ്ട് പറ്റിയ രീതിയിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ ഉൾഭാഗത്ത് ക്യാമറയ്ക്ക് അങ്ങനെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി സ്പോഞ്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ മഴയത്തൊന്നും കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് എനിക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മളെന്തായാലും കൊണ്ടുപോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കവറോ അല്ലെങ്കിൽ വേറൊരു ബാഗിൻ്റെ ഉള്ളിലും കൂടെ ഇട്ടുകൊണ്ട് പോകുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. പിന്നെ നമുക്ക് വേറെ നമുക്ക് ലെൻസിൻ്റെ നമുക്ക് അതിന് വയ്ക്കുന്ന അടപ്പും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ മെമ്മറി കാർഡും അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. കിറ്റ് ലെൻസ് പോയിട്ട് ഒരു കുഞ്ഞ് ലെൻസ് വയ്ക്കാനുള്ള സൈഡും ഇതിലുണ്ട്. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിലും അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും വയ്ക്കണമെങ്കിലുള്ള ചെറിയ ഏറകളുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ബാക്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റിയ കുഞ്ഞു ഏറകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മഴയുള്ള സമയം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്യാരി കൊണ്ടുപോകാൻ പറ്റിയ നല്ല ബാഗാണ്. ബാക്കിയുള്ള നമ്മൾ അല്ലാത്ത ബാഗുകൾ വന്നിട്ട് നല്ല റേറ്റാണ്. പക്ഷേ ഈ ബാഗ് എനിക്ക് പറ്റിയ റേറ്റിന് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ ഇത് നോക്കുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടത്. ഞാനിപ്പോൾ കാണിച്ചതായി Canonൻ്റെ ഞാൻ മേടിച്ചതായിട്ടുള്ള ബാഗ്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഇതുപോലത്തെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഓപ്പണിംഗ് ആണ്. ആദ്യം അങ്ങനത്തെ ഒരു ക്ലോസിങ് കഴിഞ്ഞിട്ടുള്ള നമുക്കിങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് വന്നിട്ട് കണ്ടോ, നമുക്ക് നമ്മുടെ കിറ്റ് ലെൻസ് പോയിട്ട് നമുക്ക് വേറൊരു ലെൻസ് വേണമെങ്കിൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. 2 സ്ഥലം അല്പം നീക്കി നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ക്യാമറ മേടിക്കുന്നവർ ഇതുപോലെ സിൽക്ക ജെല്ലൊക്കെ മേടിച്ച് ബാഗിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം എവിടെയെങ്കിലും നമുക്ക് വെള്ളം എന്തെങ്കിലും നന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മാറും. പിന്നെ നമുക്കിത് കണ്ടാൽ നമുക്കിവിടെ മെമ്മറി കാർഡോ ബാറ്ററി എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ നമുക്കിവിടെ വേറെ എന്തെങ്കിലും കുഞ്ഞ് അക്സസറീസൊക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് വാട്ടറോ അതുപോലെ കുഞ്ഞ് നമ്മുടെ ട്രൈപോഡ് എന്തെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റും, കുഞ്ഞ് പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. നമുക്ക് ഹാങ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഹാങ്ങാണിത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മേടിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് സൈനിങ് ഔട്ട്.